ആൻഡ് ടു ഗസ്റ്റ്. അല്ല, ഈ കാര്യത്തിനകത്ത് ഈ ശിവൻകുട്ടി മിനിസ്റ്ററെ വലിയ രീതിയിൽ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണെന്ന് വായിക്കാം. LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് എന്ന് വിനയവിശ്വത്തിൻ്റെ പ്രസ്താവന കണ്ടു. ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ലക്ഷ്യമല്ല, അതെന്താണ് വിജയത്തിൻ്റെയും പ്രശ്നമല്ലെന്ന് മന്ത്രി പറഞ്ഞു. എന്താണ് അർത്ഥം? ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തെറ്റ് പറ്റി, ആ തെറ്റിൻ്റെ ഉത്തരവാദിത്തം ശിവൻകുട്ടിയാണെന്നാണ് അതിനർത്ഥം അല്ലേ? LDF രാഷ്ട്രീയത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ LDF രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾ തന്നെയല്ലേ ഈ പറഞ്ഞ ശിവൻകുട്ടിയും. അപ്പോൾ അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ തെറ്റ് പറ്റി തിരുത്തി അത് വിജയിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുക. അങ്ങനെയല്ല. എന്താണ് RSSൻ്റെ അജണ്ട കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയേണ്ട ആളെന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കാരണം അദ്ദേഹം എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നതിന് കാരണമുണ്ട്. 71 വയസ്സായ ആളാണ്. ഏറ്റവും ആദ്യം SFIൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ ആളാണ്, സംസ്ഥാന സെക്രട്ടറി ആയ ആളാണ്, CITയുടെ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റ് ആളായാണ്, സംസ്ഥാന സെക്രട്ടറി ആയ ആളാണ്, 55 വർഷത്തെ CPM രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യമുള്ള ആളാണ് ശിവൻകുട്ടി. അപ്പോൾ അദ്ദേഹത്തെ പോയി ഇതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലിയൊന്നും ഇടതുപക്ഷമോ LDF BJPൻ്റെ തുറക്കാൻ പോയ അക്കൗണ്ട് പൂട്ടിച്ച ആളാണ് അല്ലേ? അത്രയധികം BJPയോടും RSS രാഷ്ട്രീയത്തിനും പടപൊരുതിയ ഒരാൾ RSSന് വേണ്ടി എന്തോ അപരാധം ചെയ്തു എന്നുള്ള നിലയിൽ സംസാരിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത് LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് എന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാൻ മാത്രമുള്ള മനസ്സെത്തിയുള്ള ആളല്ല ശിവൻകുട്ടി എന്ന് കണക്കാക്കിയാൽ മതി. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾ തിരുത്തൽ ശക്തിയായിട്ടുണ്ടാവും. എന്ത് തിരുത്തൽ ശക്തി? അങ്ങനെ തിരുത്തൽ ശക്തിയായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന NEP ഈ പറയുന്ന CPI മന്ത്രിമാരുടെ ഭാഗത്ത് നടപ്പിലാക്കാൻ പാടില്ലല്ലോ. നടപ്പിലാക്കാൻ പാടുമോ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താ സംഭവിച്ചെന്താ? ഈ പറഞ്ഞ ശിവൻകുട്ടി മിനിസ്റ്റർ അത് CPIൻ്റെ വകുപ്പല്ലല്ലോ. CPI എന്താ ചെയ്യേണ്ടിയിരുന്നത്? മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കണമായിരുന്നു അല്ലേ? മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്ത് ഇത് നടപ്പിലാക്കേണ്ടതെന്നല്ല പറയുന്നത്. CPIൻ്റെ ഏതെങ്കിലും വകുപ്പ് കഴിഞ്ഞ് 9.5 വർഷമായിട്ട് ഈ CPM ഇടപെടുന്ന കണ്ടോ? ഏതെങ്കിലും മന്ത്രിസഭാ യോഗത്തിൽ എണീറ്റ് നിന്ന് അഭിപ്രായം പറയുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന NEP നടപ്പിലാക്കിയപ്പോഴും ഈ പറഞ്ഞ കൃഷി വകുപ്പ് കേന്ദ്ര ഫണ്ട് വാങ്ങിയപ്പോഴൊക്കെ എണീറ്റ് നിന്ന് അഭിപ്രായം പറഞ്ഞ പോലെ അതിനൊരു പ്രത്യേകത അറിയോ? കൂട്ട് കക്ഷി ഭരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിന് ചെയ്യാൻ പറ്റില്ല. മന്ത്രിക്ക് അഭിപ്രായം പറയാം. സ്വന്തം നിലയ്ക്ക് ആദ്യമേ ഒപ്പിട്ട് നടപടിയിലേക്ക് കടന്നാൽ വിമർശനം പറയാൻ പറ്റില്ല. മന്ത്രിസഭാ യോഗത്തിൽ ഞാൻ പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ഒരു സാധനം വന്നു, ചർച്ച ചെയ്തില്ല. അത് കഴിഞ്ഞാൽ ഇത് വന്ന് പൊതുമധ്യത്തിൽ വന്നിട്ട് എടുത്തിട്ട് അലക്കിയതിന് ശേഷം അയ്യോ ഞങ്ങൾ തിരുത്തൽ ശക്തിയായി മാറി നിൽക്കുകയാണ് എന്ന് പറയട്ടെ. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ചർച്ച ചെയ്യുന്നത് മുഴുവൻ CPI ആണ്. CPMലെ LDFലെ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നത്. അതിന് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറയുന്ന ശൈലിയിലേക്ക് മാറി. അത് എപ്പോൾ കൊണ്ടെത്തിച്ച ഈ പറയുന്ന ഇലക്ഷൻ മൂത്ത് നിൽക്കുന്ന സമയത്ത്, പഞ്ചായത്ത് ഇലക്ഷൻ മൂത്ത് നിൽക്കുന്ന സമയത്ത് കൊണ്ട് ചെയ്തത് CPI അല്ലേ? അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ കൈകാര്യം ചെയ്യാതെ ഇപ്പോഴാണ് ഇന്നാണ് പോലും ഈ പറഞ്ഞ PM ശ്രീ ചർച്ചയായത്. ഇന്നാണ് പോലും ഇലക്ഷൻ ഓർമ്മ വന്നത്. ഒരാഴ്ച മുന്നേ ഓർമ്മ വന്നില്ലേ? 2 ആഴ്ച മുന്നേ ഓർമ്മ വന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 55 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളെ വീട്ടിൽ നിർത്തിക്കൊണ്ട് ഇത് LDF രാഷ്ട്രീയത്തിന് വിജയമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട RSS രാഷ്ട്രീയം നാഷണൽ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു വിദ്യാലയങ്ങളിലും പഠിപ്പിക്കില്ല എന്നാണ് പറഞ്ഞത്. NCERT ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗത്ത് ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. NCERT ഉൾപ്പെടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അരുൺ സാർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെല്ലാം അടുത്ത വർഷം നടപ്പിലാക്കേണ്ട എല്ലാ പുസ്തകങ്ങളും അച്ചടിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എവിടെ കൊണ്ട് RSS രാഷ്ട്രീയം കുത്തിക്കയറ്റാനാണ്? അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമോ? 994 കോടി രൂപ അവിടുത്തെ സാധാരണ 40 ലക്ഷം വരുന്ന പാവങ്ങൾക്ക് കിട്ടിയിട്ടെങ്കിൽ അവർക്ക് ജീവിതാംശം കിട്ടാതാവും, അവർക്ക് ജീവിക്കാൻ പറ്റാതെ ആവും. അത് ഈ പറയുന്ന സർക്കാരിനെ ഒറ്റപ്പെടുത്തുന്നവർക്കുള്ള പ്രശ്നം എന്താ? ഇവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ മതി. സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് പണം എത്തിയില്ല, അവർ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടിയിട്ടില്ല, ക്ഷേമ പെൻഷൻ കിട്ടിയില്ല. എന്താ പറയുക? ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല എന്നല്ലേ പറയുക? 8 മാസം 9 മാസം ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നപ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു മാസം തെറ്റിയ പ്രശ്നമാണ്. കാരണം കേന്ദ്രം 54,000 കോടി രൂപ പിടിച്ചു വെച്ചിരിക്കുക. ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കേരളത്തിൽ ഈ പറഞ്ഞ നമ്മുടെ കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സമുദായത്തിൻ്റെ അവസ്ഥ എന്താ? കേരളത്തിൽ കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒറ്റ ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാവില്ലായിരുന്നു. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങുകളാണ് ഈ പറഞ്ഞ 2015 2016 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തത്. എത്ര സ്കൂളുകളാണ് പൂട്ടാൻ പോയത്? സ്കൂളുകൾ മുഴുവൻ ഡെവലപ്പ് ചെയ്തത് ഈ മന്ത്രിസഭയുടെ നേതൃത്വത്തിലല്ലേ, ഈ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? ഒന്ന് ആലോചിക്കും. ഇതൊന്നും പറയാതെ ഇതെന്താ അവസാനം? ഈ ഒരു 4.5 വർഷം
നല്ല രീതിയിൽ ഭരിച്ച്, കാരണം അദ്ദേഹത്തിന് അസുഖമുണ്ട്, അറിയില്ലേ, അസുഖമുണ്ടല്ലോ, ആ അസുഖത്തെ പോലും ആരും കുറ്റം പറയാൻ പല ആൾക്കാരും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞപ്പോഴും അദ്ദേഹം തൻ്റെ അടുത്തോട് നേരിട്ട് എന്തുകൊണ്ടാണ് 4.5 വർഷമായിട്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിനൊരു അർത്ഥമുണ്ട്. എന്താ അറിയോ, SFIൻ്റെ ജില്ലാ പ്രസിഡന്റായി തുടങ്ങിയ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്. വിദ്യാഭ്യാസ രാഷ്ട്രീയം എന്താ നല്ല രീതിയിൽ അറിയാം. അത് അവരെയാണ് പോയിരുന്ന് പഠിപ്പിക്കുന്നത്. 55 വർഷത്തെ വിദ്യാഭ്യാസ രാഷ്ട്രീയം പോയി പഠിപ്പിക്കുകയാണ്. ഇതാണ് LDF രാഷ്ട്രീയം. ഇങ്ങനെ തിരുത്തൽ. നിങ്ങൾ RSSനെ സപ്പോർട്ട് ചെയ്തു. എന്താ RSS സപ്പോർട്ട് ചെയ്തു? Meet the editors.